പുണ്യം നിറഞ്ഞ നബിദിന രാവും പകലും നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ. അതായത് അള്ളാഹു സുബ്ഹാന അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിപ്പിക്കാനൊരു രാവും പകലും ഒക്കെ പടച്ചോ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അതിൻ്റെ മഹത്വം എത്രയായിരിക്കും. നമ്മളറിയാത്ത, നമ്മൾ തിരിച്ചറിയാത്തൊരു രഹസ്യമല്ലേ അത്. അപ്പോൾ ഈ പരിശുദ്ധമായ രാവും പകലും വരുമ്പോൾ എന്തായാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉറപ്പായി അള്ളാഹു തആല ഉത്തരം തരും. പക്ഷേ എത്ര കഷ്ടപ്പെട്ടാലും എന്തോരം മൗലിദ് ചൊല്ലിയാലും സ്വലാത്ത് ചൊല്ലിയാലും 6 വിഭാഗത്തിന് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. അവർക്ക് എന്തെല്ലാം ദുആ ചെയ്താലും എന്ത് നന്മ ചെയ്താലും ഒരു കാര്യമില്ല. അള്ളാഹു ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളുടെ പുണ്യം അവർക്ക് കൊടുക്കൂല. അപ്പോൾ 6 വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ്, എത്രയും പെട്ടെന്ന് നമ്മൾ മാറണം. പിന്നെ ഒരു അത്ഭുത സ്വലാത്ത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പതിവാക്കിയിരുന്ന വളരെ വിശിഷ്ടമായൊരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് ഏതാണെന്നും കൂടെ നമുക്ക് പഠിക്കണ്ടേ, വേണ്ടേ? എന്നിട്ട് അതൊന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ചൊല്ലിയാൽ മതി. ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ അള്ളാഹു നീക്കിത്തരും. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്ക്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഅ വഅജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഅ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. أنت شمس أنت بدر أنت نور فوق نور أنت إكسير وغالي أنت مصباح الصدور لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട് നമ്മുടെ വീടും കുടുംബമൊക്കെ നിറയണം, വേണ്ടേ? കാരണം നബിദിന രാവും പകലൊക്കെ വരുമ്പോൾ വീടിൻ്റെ പരിസരം എന്തായാലും വൃത്തിയാകുന്നതോടൊപ്പം നമ്മുടെ ഹൃദയം വൃത്തിയാകണം കേട്ടോ. ഹൃദയത്തിൽ ഉണ്ടാകണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി സല്ലി റബ്ബൽ അലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി. മുത്തുനബിയുള്ള വീട്ടിൽ വേറൊരു വിളക്കും വേണ്ട, മുത്തുനബിയുള്ള കൽബിൽ വേറൊരു പ്രകാശവും വേണ്ട, അല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശം ലഭിക്കുന്നവരിൽ നമ്മെ പെടുത്തട്ടെ. പക്ഷേ 6 വിഭാഗം ആളുകൾക്ക് ഒരു രക്ഷയില്ല. ഈ പരിശുദ്ധമായ രാവിൻ്റെയോ നബിദിനത്തിലെ പകലിൻ്റെയോ പ്രതിഫലമൊന്നും അവർക്ക് കിട്ടൂല. അതാരാന്ന് പഠിക്കണം? ഒരു അത്ഭുത സ്വലാത്തും കൂടെ നമുക്ക് പഠിക്കണം. ഏതായാലും 6 ആളുകളൊന്ന് പരിചയപ്പെട്ടാലോ? നമുക്കറിയുന്ന ആളുകൾ തന്നെയാണ്. ഈ വിഭാഗത്തിന് അറഫയും കിട്ടൂല, ലൈലത്തുൽ ഖദറും കിട്ടൂല, നബിദിനം കിട്ടൂല, ബറാത്തും കിട്ടൂല, മിഅ്റാജും കിട്ടൂല, ഒന്നും കിട്ടൂല. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം വിഭാഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തത് ആരാന്നറിയോ? ഒന്നാമത്തത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മാതാപിതാക്കളെ പരിഗണിക്കാത്തവർ. മാതാപിതാക്കളെ പരിഗണിച്ചില്ലെങ്കിൽ പോയില്ലടാ. എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വാപ്പാനും ഉമ്മാനെയും പരിഗണിച്ചില്ലെങ്കിൽ എത്ര വലിയ ഔലിയപ്പാപ്പയാണെങ്കിലും കഥ കഴിഞ്ഞു. സ്വഹാബികളിൽപ്പെട്ട ആളാണെങ്കിൽ പോലും മഹാനായ സയ്യിദുനാ അൽഖമ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ സ്വഹാബിയല്ലേ? വഫാത്തിൻ്റെ ഘട്ടത്തിൽ മറ്റുള്ള സ്വഹാബത്ത് വന്നിട്ടിങ്ങനെ ദിക്റിൽ കൊടുക്കുന്നുണ്ട് ചെവിയിൽ. അൽഖമ ചൊല്ലുന്നുണ്ടോ? ചൊല്ലാൻ പറ്റുന്നില്ല, വായിൽ നിന്ന് വരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞപ്പോൾ നബി തങ്ങൾ അന്വേഷിച്ചു, അൽഖമ എങ്ങനെയുള്ള ആളാ? നബി ആർക്കും കുറ്റം പറയാനില്ല, അത്ര സൂപ്പർ മനുഷ്യനാ, ഉമ്മാനോടൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. നബി തങ്ങൾ ഉമ്മാരുടെ അടുക്കലേക്ക് ചെന്നു. യാ റസൂലുള്ളാഹ്, അവിടെ നിന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനല്ലോ നബിയെ. അപ്പോൾ മുത്തുനബി ചോദിച്ചു, സാരല്ല, നിങ്ങളുടെ മകനോട് നിങ്ങളെങ്ങനെയാണ്? എൻ്റെ മകൻ കല്യാണം കഴിയണവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ചെറിയൊരു പ്രയാസം അവൻ എനിക്കുണ്ടാക്കി, ഭാര്യയുടെ വാക്ക് കേട്ടിട്ടെ. അപ്പം എൻ്റെ മനസ്സുകൊണ്ടൊരു പ്രയാസം തോന്നിയിരുന്നു നബിയെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉടൻ തന്നെ അൽഖമയെ നിങ്ങൾ കുറച്ച് വിറക് വെട്ടിയിട്ടിട്ട് ആ തീയിലിട്ട് കത്തിച്ച് കളയണമെന്ന് പറഞ്ഞു.
ഏതുമ്മാക്ക സഹിക്കാൻ പറ്റുക? ഏതുമ്മാക്ക സഹിക്കാൻ പറ്റും? പറയും വേണ്ട നബിയെ, ഞാൻ എൻ്റെ മോനെ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു. ആ നിമിഷം തന്നെ അൽക്കാം റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഈമാനോടുകൂടെ മരിച്ചു പോവാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വലിയ ആളാണെങ്കിലും ഉമ്മാനെ വാപ്പാനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഈ പരിശുദ്ധമായ രാവും പകലും അള്ളാഹ് ഏറ്റവും കൂടുതൽ ആദരിച്ച ഒരു രാവും പകലുമൊക്കെ വരുമ്പോൾ ചില മഹാന്മാർ പറഞ്ഞു ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത ഈ രാവിനും പകലുമാണ്, ഈ പകലിനുമാണെന്നാണ്. അങ്ങനെ പറഞ്ഞ മഹാന്മാർ വരെയുണ്ട്, ഇമാം ഖസ്തല്ലാനിയെ പോലെ. അപ്പോൾ അങ്ങനെ ഒരു രാവും പകലൊക്കെ വരുമ്പോൾ വാപ്പാനും ഉമ്മാനെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ പെട്ടുകൂട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അമ്മായിയമ്മയും അമ്മായിയപ്പനും നിൻ്റെ വാപ്പായും ഉമ്മായുമാണ്, അവരെയും പരിഗണിക്കണം. ചില ഭർത്താക്കന്മാർ ഭയങ്കര മോശം സ്വഭാവമാണ്. അതായത് ഭാര്യേനെ സ്വന്തം ഉമ്മാനൊന്ന് കാണാൻ പോകാൻ, സ്വന്തം ബാപ്പാനെ കാണാൻ പോകാൻ സമ്മതിക്കൂല. എടാ ഈ പാപമൊക്കെ മോനെ എവിടെ കൊണ്ടുപോയി തീർക്കും നീ? അള്ളാഹിനോട് കണക്ക് പറയണ്ട. നീ എന്ത് നിസ്കരിച്ച് നിൻ്റെ തലയിൽ എന്ത് തഴമ്പുണ്ടായിട്ട് എന്താ കാര്യം? എത്ര വൃത്തികെട്ടൊരു സ്വഭാവമാണ്. നിനക്ക് നബിദിനല്ല ഒരു സംഗതി നിനക്ക് കിട്ടൂല. അപ്പോൾ വളരെ ഡേഞ്ചറാണ്, ആ വിഷയം സൂക്ഷിക്കുക. രണ്ടാമത്തേത് കുടുംബബന്ധം മുറിച്ചവരാണ്. അത് നമ്മുടെ കൂട്ടത്തിൽ പിന്നെ ഒരുപാടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ നമുക്ക് വേണ്ടി ബന്ധം ചേർക്കുന്നവരാ, അള്ളാഹ്ക്ക് വേണ്ടി ബന്ധം ചേർക്കുന്നവർ വളരെ കുറവാണ് അല്ലേ. അള്ളാഹ്ക്ക് വേണ്ടി ബന്ധം ചേർത്താൽ അവർ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല, ഇല്ല അങ്ങനല്ലേ. അള്ളാഹ്ക്ക് വേണ്ടി ബന്ധം ചേർത്താൽ നമ്മൾ സലാം പറഞ്ഞിട്ട് മടക്കിയില്ല എന്ന് പരാതി പറയുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ സലാം പറഞ്ഞത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അപ്പം തന്നെ അള്ളാഹ് എനിക്ക് തരാനുള്ളത് തന്നിട്ടുണ്ട്. ഇനി അവർ മടക്കിയാലും മടക്കിയില്ലെങ്കിലും എന്നത് ബാധിക്കൂല, സന്തോഷമില്ല സങ്കടമില്ല അല്ലേ. അപ്പോൾ അർശിൻ്റെ ചോട്ടിൽ കുടുംബബന്ധം ഉണ്ടല്ലോ, നമ്മളെ ഹദീസ് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ കുടുംബബന്ധം അർശിൻ്റെ ചുവട്ടിൽ നിന്ന് ദ്വാരക്കുന്ന എന്താ? പടച്ചോനെ മൻ വസലനി വസലഹുല്ല, എന്നെ ചേർത്തോനെ നീ ചേർത്ത് പിടിക്കണേ. ഒമൻ ഖതഅനി ഖതഅഹുല്ല, എന്നെ മുറിച്ച് കളഞ്ഞോനെ നീ നശിപ്പിക്കണേ പടച്ചോനെ എന്ന് അർശിൻ്റെ ചോട്ടിൽ കിടന്ന് കുടുംബബന്ധം ദുആ ചെയ്യുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ കുടുംബക്കാരായിട്ടൊക്കെ പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രിക്ക് മുമ്പ് എൻ്റെ വേഗം വിളിച്ചു ഒരു സലാം പറഞ്ഞു. നമ്മളങ്ങോട്ട് അള്ളാൻ്റെ ഹൽക്കാണ്, അള്ളാൻ്റെ സൃഷ്ടിയാണെന്ന് കരുതി അങ്ങോട്ട് വിളിക്കുന്നേ. ബാക്കി റബ്ബ് നോക്കട്ടെ, അവർ മിണ്ടാതിരിക്കുക ചെയ്യട്ടെ. അപ്പോൾ കുടുംബബന്ധം മുറിച്ചവർക്ക് രക്ഷയില്ല, പൊരുത്തപ്പെടിക്കുക. മൂന്നാമത്തേത് അകാരണമായിട്ട് പിണങ്ങി നിൽക്കുന്നവർ. ഒരു കാരണമില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു അള്ളാഹ്ക്ക് വേണ്ടിയല്ല കേട്ടോ, അള്ളാഹ്ക്ക് വേണ്ടി പിണങ്ങാം കുഴപ്പമില്ല, പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടിയൊന്നുമല്ല. വെറുതെ അയൽപക്കത്തുള്ള ഒരു ഹിന്ദുവിനോടോ ക്രിസ്ത്യാനിയോടോ പോലും പിണങ്ങിയാലും നിനക്ക് നബിദിനം കിട്ടൂല. കാരണം അയൽപക്ക ബന്ധം ഭംഗിയാക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും മനോഹരമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ ദിനരാത്രങ്ങളിൽ ഈ പരിശുദ്ധമായ രാവിലും പകലിലും ദുആ സ്വീകരിക്കപ്പെടാതെ പോകുന്ന നാലാമത്തെ വിഭാഗം റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്തവരാന്നേ. അവനെന്ത് നിസ്കാരം, അവനെന്ത് നോമ്പ്. ചില ആൾക്കാരുണ്ട് സ്നേഹത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്, മണ്ടന്മാരാണ്. സ്നേഹിക്കേണ്ട, അനുസരിക്കാനാണ് പറഞ്ഞേക്കണേന്നാണ്, അടിച്ച് പൊട്ടിക്കണം. അവനൊക്കെ സ്നേഹമില്ലാണ്ട് എന്താ അനുസരണയാടാ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിലാരും വിശ്വാസിയാവൂല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിലാരും വിശ്വാസിയല്ല നിൻ്റെ വാപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ മക്കളേക്കാൾ ഇണകളേക്കാൾ നിന്നെക്കാളേറെ എന്നെ സ്നേഹിക്കുന്നത് വരെ ആരും വിശ്വാസിയല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മളൊരു ഉമ്മ വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയ സംഭവം ഉണ്ടല്ലോ. ഉമ്മ വെള്ളപ്പൊക്കത്തിലാണ്, കയ്യിൽ കുഞ്ഞുണ്ട്. അപ്പോൾ ഇങ്ങനെ വയറുവരെ വെള്ളം വന്നപ്പോൾ കുഞ്ഞിനെ പൊക്കി പിടിച്ചു, കഴുത്ത് വരെ വന്നപ്പോഴും കുഞ്ഞിനെ പൊക്കി പിടിച്ചു, ഇവിടം വരെയായി കുഞ്ഞിനെ പൊക്കി പിടിച്ചു. ഇതിൻ്റെ മേലോട്ട് കയറി ഒരു പരിധി വരെ പിടിച്ചു. പക്ഷേ ഇനി പറ്റണല്ല, ഇനി ഞാൻ പൊങ്ങിയില്ലെങ്കിൽ കുഞ്ഞ് മരിച്ചാലും സാരമല്ല, എനിക്ക് ശ്വാസമാണ്, എൻ്റെ ശ്വാസമാണ് വലുതെന്നാണ് ഏത് പെണ്ണ് ഇപ്പോൾ പറയും. എൻ്റെ പുള്ളനെ വിടൂല എന്ന്. വെറുതെയാണ്, മൂക്കിൻ്റെ മേലെ വെള്ളം കയറിയാൽ തീർന്നു. പിന്നെ പുള്ളയൊക്കെ അവിടെ കിടക്കും. ആ സമയത്ത് നമ്മുടെ ഒരു ഞാനെന്ന സംഗതി ഉണ്ടല്ലോ, അതിനേക്കാളേറെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്നവർ രക്ഷപ്പെട്ടു. സ്നേഹത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണവന് ഈ പരിശുദ്ധ രാവും പകലും കിട്ടൂല. ഓക്കെ, ഇനി അഞ്ചാമത്തൊരു വിഭാഗമുണ്ട്, സുന്നത്ത് മാത്രം മതി, സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് നബിദിനം കിട്ടൂല അല്ലേ. നമ്മൾ കുറേ താടി വളർത്തണം, നമ്മൾ മറ്റേ മീശ ചുരുക്കണം, അങ്ങനെ ചെയ്താൽ മതി. അതല്ല, അത് മണ്ടത്തരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. നബിയുടെ വിയർപ്പ് വടിച്ച് കുപ്പിയിലാക്കിയത് സ്വഹാബത്താണ്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് കയ്യിലേക്ക് വീഴ്ത്തിയിട്ട് ശരീരത്ത് പുരട്ടിയത് സ്വഹാബത്താണ്. അത് കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നു എന്നാണ്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് സുന്നത്തെടുക്കണം. അല്ലാതെ സുന്നത്ത് മാത്രം മതി എന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തരാണ്. അപ്പോൾ സ്വലാത്തൊക്കെ ധാരാളം ചൊല്ലണം നമ്മൾ പറഞ്ഞല്ലോ. സ്വലാത്ത് മുത്തുനബിയോട് മഹബത്ത് വെച്ചുകൊണ്ട് തന്നെ ചൊല്ലണം. മഹബത്തില്ലാതെ വലിയിട്ട് കാര്യമില്ല. നമ്മൾ കൂലിക്കാരല്ലല്ലോ, സ്വലാത്തിൽ കൂലി കിട്ടൂലെന്നാണ്. കൂലിയല്ല നമുക്ക് വേണ്ടത് നബിയാണ്, നബി തങ്ങളെയാണ് വേണ്ടത് അല്ലേ. നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നൂറ് മുഹമ്മദായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിട്ടണം.
അപ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പം നൂറ് മുഹമ്മദ് ലയിക്കാനായിട്ട് സ്വലാത്തിയല്ല, മുത്തുനബിയെ കാണാൻ വേണ്ടി സ്വലാത്തിയല്ല, അല്ലാതെ കൂലി കിട്ടാൻ വേണ്ടി ആകരുത് കേട്ടോ. ഓക്കെ, ഇനി ആറാമത്തേത് സുന്നത്തുകളെ പുച്ഛത്തോട് കാണാം. ചിലർ സ്നേഹിച്ചാൽ മതി, സുന്നത്തൊന്നും വേണ്ട, താടിയൊന്നും വേണ്ട, അതൊക്കെ ഭയങ്കര മോശമാണ്. ഈ ചില ആൾക്കാരുണ്ടെന്നേ ഭക്ഷണം കഴിച്ചിട്ട് വലിയ വലിയ ഹോട്ടലിലൊക്കെ ഇരുന്ന് വിരലുകളൊക്കെ ഇങ്ങനെ ചപ്പും കണ്ടിട്ട് തന്നെ ഏതാണ്ട് പോലെ, അങ്ങനെ പറയുന്നവൻ ഈ സംഗതിയിൽ തന്നെ ഔട്ടാണ്. മുത്തുനബിയായിട്ട് അവന് ബന്ധമൊന്നുമില്ല. വിരലുകൾ ചപ്പുക എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ എനിക്കിതിനോട് ഇഷ്ടമാണ്, എൻ്റെ റസൂലുള്ള ചെയ്തല്ലോ എന്നുള്ള സന്തോഷത്തിൽ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ സുന്നത്തുകളെ പുച്ഛത്തോടെ കാണുന്നവൻ ഒരു രക്ഷയില്ല, അവൻ്റെ ജീവിതാകെ താറുമാറായി പോകും. പ്രത്യേകിച്ച് ഈ പരിശുദ്ധരാവും പകലുമൊക്കെ ആ തോന്നിവാസമുള്ള മൈൻഡിലാണുള്ളതെങ്കിൽ അവൻ പെട്ടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോൾ കല്യാണം സുന്നത്തിന് നമ്മൾ ചെറുതാക്കുകയാണല്ലോ, മോശമാക്കാണ്, ചെറുതാക്കല്ല. അരി കുത്ത്, മറ്റേ കുത്ത്, പറയാനുള്ളേ ആരാണ് ഈ അരികുത്ത്? ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ഇന്നലെയും കൂടി ഒരു റീൽ എനിക്ക് ഒരുത്തന്നെ അയച്ചു തന്ന്. ആണും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ, കയ്യിലൊരു റേഡിയോയും പിടിച്ചുകൊണ്ട്. എന്താണ് ഷാനുവിൻ്റെ അരികുത്ത്? അല്ല, ഞാൻ എപ്പോഴും പറയണമല്ലോ, കല്യാണം കഴിഞ്ഞിട്ടേ ആ വീട്ടിലെ മിക്സിയും സംഗതിയൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ഗ്രൈൻഡറും അരി കുത്താനുള്ള ഒരു ഒലക്കയൊക്കെ ഒക്കെ മേടിച്ചങ്ങോട്ട് കൊടുക്കണം. ഇനി ഉമ്മയുടെ മോള് അങ്ങോട്ട് അരി കുത്തിക്കോ, കുത്തി കൊതി തീരട്ടെ അങ്ങോട്ട്. കല്യാണത്തിന് മുമ്പൊന്ന് കുത്താൻ വന്നല്ലേ. എന്തെല്ലാം തോന്നിയാസങ്ങളാണ് സുന്നത്തായ കല്യാണത്തിൻ്റെ പേരിൽ. മഞ്ഞ, പച്ച, നീല, ചുവപ്പ് ഇല്ലേ, ഓരോരോ നൈറ്റുകളുടെ പേര് ഇട്ടിട്ട് നിങ്ങൾ സന്തോഷിക്കേണ്ടതല്ല. നിങ്ങൾ എന്ത് പേരിട്ടിട്ടും നിങ്ങൾ പെണ്ണുങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആഘോഷിച്ചോ, അന്യരല്ലാത്ത ആണുങ്ങളുണ്ടായിക്കോട്ടെ. മനസ്സിലായോ? ഈ അന്യ ആണും പെണ്ണൊക്കെ ഒരുമിച്ച് തുള്ളിയിട്ട് എന്ത് പറക്കത്താണ്, എന്ത് സുന്നത്തിന് നിങ്ങൾ മോശമാക്കണത്? അള്ളാഹു വെറുതെ വിടുമോ? മനസ്സിലായോ? അപ്പോൾ സുന്നത്തുകളെ പുച്ഛത്തോടെ കണ്ടാൽ തീർന്നു. അപ്പോൾ ഈ 6 സംഗതികൾ നിങ്ങളുടെ ലൈഫിലുണ്ട് മക്കളെ, നമ്മൾ പെട്ടു. ഇതുണ്ടെങ്കിൽ ഇന്ന് തന്നെ അള്ളാഹിനോട് തൗബ ചെയ്ത് മറ്റുള്ളവരോട് പൊരുത്തപ്പെടിക്കണമെങ്കിൽ പൊരുത്തപ്പെടിച്ചിട്ട് മനസ്സറിഞ്ഞ് ഈ രാവും പകലും ഹയാച്ചാക്കണം. മനസ്സിലായോ? അപ്പോൾ ഏതായാലും ഞാനൊരു ഒരു സ്വലാത്തും കൂടെ എനിക്ക് പഠിപ്പിച്ചു തരാം, വേണ്ടേ? അതിൻ്റെ ഒരു കാര്യം പറയട്ടെ, ഈ 7:30 മജ്ലിസിന് എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. എന്തൊക്കെ തിരക്കുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട്, കാരണം അത്ര പ്രത്യേകതയുള്ള മജ്ലിസാണ്. വെറുതെ നമ്മൾ കുറേ ചൊല്ലിപ്പോകലല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലെങ്കിലും ചിലത് കാണാൻ അവർ അപ്ലോഡ് ചെയ്യും. ഇനി കാണാൻ പറ്റിയില്ലെങ്കിലും ആ ബൈത്തുകൾ ജവാബുകൾ ചൊല്ലുക. നമ്മൾ വെറുതെ ചൊല്ലല്ല, സ്വലാത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിച്ചുകൊണ്ടാണ് ചൊല്ലണത്. അപ്പോൾ അതിനാണ് ഫലം ഉണ്ടാവുക. അപ്പോൾ ഇന്ന് എന്തായാലും 7:30 നിങ്ങൾ ഉണ്ടാകണം. പിന്നെ നമ്മുടെ 1 കോടി സ്വലാത്ത് ഹദിയ ചെയ്യുന്ന മജ്ലിസ് നാളെ രാവിലെ 5:30 മണിക്കാണ് ഇൻഷാ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോടടുത്ത സമയം. അപ്പോൾ സ്വബാഉൽ ഖൈർ നാളെ ഇൻഷാ അല്ലാഹ് 5:30 മണിക്കാണ്. മുത്തുനബിയുടെ മദ്ഹും ഒക്കെ ആയിട്ട് നമുക്കൊരു ദുആ മജ്ലിസ് ആക്കി മാറ്റണം നാളത്തെ സ്വബാഉൽ ഖൈർ. വേറെ ക്ലാസ് വേണ്ടല്ലോ, നാളെ ഫുള്ള് തന്നെ പോരെ. അപ്പോൾ എല്ലാവരും ആ സ്വബാഉൽ ഖൈറിൽ മനസ്സറിഞ്ഞ് പങ്കെടുക്കണം. 1 കോടി സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലണം. അപ്പോൾ ഗ്രൂപ്പിൽ സമയം അറിയിക്കും ഇന്ന് നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ അയക്കാനായിട്ട്. എപ്പോഴാണ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ദുആ വസിയത്തുകൾ അറിയിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ടൈം അറിയിക്കും കേട്ടോ. അഡ്മിൻസ് അത് അറേഞ്ച് ചെയ്തോളും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വസിയത്തുകൾ അയക്കാം. അപ്പോൾ താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലില്ലാത്ത ആളുകൾക്ക് ആ ഗ്രൂപ്പിൽ ആഡാവുകയും ചെയ്യും. സ്ത്രീകൾ മാത്രം കേട്ടോ, പുരുഷന്മാരൊന്നും അതിലില്ല. ഞാൻ പോലും ആ ഗ്രൂപ്പുകളിൽ ഒന്നിലുമില്ല. അത് കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളായ അഡ്മിൻസാണ്. ഓക്കെ, പിന്നെ ഒരു അത്ഭുത സ്വലാത്തും കൂടെ നമുക്ക് പഠിക്കാം, വേണ്ടേ? ഈ സ്വലാത്ത് നമുക്കേറെ സുപരിചിതമാണ്. പക്ഷേ ഇത് വെറുതെ അങ്ങ് ചൊല്ലിയാൽ പോരെ. ഇത് കൽബിൽ തട്ടിയിട്ട് മുത്തുനബിയെ പ്രണയിച്ച് ഒറ്റത്തവണ ചൊല്ലിയാൽ തന്നെ വല്ലാത്തൊരു അത്ഭുതമാണ്. മഹാനായ സയ്യിദുന അലവി അൽ മാലിക്കി റഹിമഹുല്ലാ, അദ്ദേഹം മക്കക്കാരനായിരുന്നു അല്ലേ. ഈ അടുത്ത് കുറച്ചാൾ മുമ്പ് വഫാത്തായി പോയവരാണ്. അവർ ആ മദീനത്തുനിന്ന് ഹറം പള്ളിയിൽ, മക്കയിലെ ഹറം പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന മഹാനാണ്. മദീനത്തുനിന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ മുത്തുനബിയോട് അനുവാദം ചോദിച്ചിട്ടാണ് പോവുക, ഖബർ ഷെരീഫിൽ നിന്ന്. ഒന്ന് ആലോചിക്കുക. അപ്പോൾ അവിടെ നിന്ന് മഹത്വം പറഞ്ഞ എത്രയോ മഹാന്മാർ മുമ്പേ പഠിപ്പിച്ചൊരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. ഇത് മഹാനായ അലവി മാലിക്കി തങ്ങൾ പറഞ്ഞ 4 മഹത്വം മാത്രം ഞാനിപ്പോൾ പറയാം. ഒരുപാട് ആയിരക്കണക്കിന് മഹത്വങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹിനുണ്ട്. ഒരുപാട് ഔലിയാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അലവി മാലിക്കി തങ്ങൾ പറഞ്ഞത് ഒന്നാമത്തേത് 1-ന് 10,000 സ്വലാത്തിൻ്റെ മഹത്വം ഉണ്ട് എന്നാണ്. ഒരു സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ അല്ലേ, ഈ സ്വലാത്തുൽ ഫാത്തിഹ ഒരു തവണ ചൊല്ലിയാൽ 10,000 സ്വലാത്തിൻ്റെ മഹത്വം. രണ്ടാമത്തേത് ഇത് ഇങ്ങനെ പതിവാക്കുക. നിങ്ങളൊരു നിശ്ചിത എണ്ണത്തിൽ പതിവാക്കിയാൽ നരകശിക്ഷയിൽ നിന്ന് കാവലാണ്. ദുനിയാവിൽ തന്നെ നരകമുണ്ട്, അതേതാ? സമാധാനം ഇല്ലാതിരിക്കലാണ്, അതിൽ നിന്ന് പോലും കാവലാണ്. മൂന്നാമത്തേത് ഡെയിലി 100 തവണ ചൊല്ലിയാൽ കൽബിലെ മറകൾ നീങ്ങുന്നതാണ്. 100 തവണയൊക്കെ ചൊല്ലാൻ പറ്റും, ഈമാനുള്ളവരൊക്കെ ചൊല്ലിപ്പോവും. ഓക്കെ, കഴിയുന്നവർ ചൊല്ലാം, അത്രയേ ഉള്ളൂ, നിർബന്ധങ്ങളൊന്നുമില്ല. ഡെയിലി 100 തവണ ചൊല്ലിയാൽ കൽബിലെ മറകൾ നീങ്ങി കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ റസൂലിനെ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി 1000 സ്വലാത്ത് തിങ്കളാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിങ്ങൾ ഒരുമിച്ച് ചേർക്കും.
മനസ്സിലായോ? നാളെ ആഖിറത്തിലാകാം, ചിലപ്പോൾ ഈ ദുനിയാവിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ടാകാം. എങ്ങനെ സംഭവിക്കും? അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്, പറ്റുകയാണെങ്കിലെങ്കിൽ ചൊല്ല്, നിർബന്ധമൊന്നുമില്ല, പറ്റുന്നവർ ചൊല്ല്. വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. പിന്നെ മഹാന്മാർ പറയുന്നുണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് കാവലാണെന്നാണ്. ഈ സ്വലാത്ത് പതിവാക്കുന്ന ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരെണ്ണം പതിവാക്കിക്കോ, ദാരിദ്ര്യത്തിൽ നിന്ന് കാവലാണ്. ഖബറിലെ അദാബിൽ നിന്ന് കാവലാണ്. ചില മഹാന്മാർ പറഞ്ഞു 1 തവണ ചൊല്ലിയാൽ 6 ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ അത്ര അത്ഭുതം നിറഞ്ഞ സ്വലാത്തുൽ ഫാത്തിഹ ഇല്ലേ, ആ സ്വലാത്തുൽ ഫാത്തിഹ ജസ്റ്റ് നമുക്കൊന്ന് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ധാരാളം ചൊല്ല്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ കാര്യം മറക്കണ്ട. ഒരു ഉസ്താദിൻ്റെ കാര്യം ഏറ്റെടുത്തതാണ്. ഈ പരിശുദ്ധ ദിനരാത്രങ്ങളിലൊക്കെ അത് ഭംഗിയായി കൊണ്ടുപോയി അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗം ചോദിച്ച സ്വഹാബിയാരാണ്. നബി എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ അടുക്കൽ ഒരു ഉന്നത സീറ്റാണ് വേണ്ടത് എന്ന് പറയുന്ന ആ സ്വഹാബിയാരാണ്. കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. ഇതിൻ്റെ മിസ്ല് സവാബ് ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ. ഒരുപാട് പാപങ്ങൾ ചെയ്തു പുറത്തു തരണേ അല്ലാ. മക്കളെ ഇണകളെ നന്നാക്കണേ അല്ലാ. പരീക്ഷണങ്ങളിൽ വിജയം നൽകണേ അല്ലാ. ഒരുപാട് അസുഖബാധിതരുണ്ട് ഞങ്ങൾക്കിടയിൽ, പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാമുണ്ടോ എല്ലാ പ്രയാസങ്ങളും നീക്കണേ അല്ലാ. പടച്ചോനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാവിൻ്റെയും പകലിൻ്റെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബിൽ ഈമാൻ തരണേ അല്ലാ. മുത്തുനബിയുടെ കാവൽ തരണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, വീടില്ലാത്തവരുണ്ട് ഖൈറായ ഭവനം നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാമുണ്ടോ, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കുടുംബാദികളുണ്ട്, അതുപോലെ ഇണകൾ, സന്താനങ്ങൾ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഖബറിടം വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങളാരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം ഞങ്ങളുടെ മരണ ദിവസമാക്കണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ മുത്തുനബിയോടൊപ്പം ചേർക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.